മനസ്സിലായോ? ഇപ്പം ഞാൻ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളോട് ഒരു കുറ്റകൃത്യം ചെയ്തു, മനസ്സിലായില്ലേ? നീ അത് കണ്ടു, മനസ്സിലായോ? നീ അത് കണ്ടു. അപ്പൊ ആരാ സാക്ഷി? കണ്ട അവൻ ബഹുദൂരം മുന്നോട്ട് പോയി, അവൻ ദൃക്സാക്ഷി. ഹലോ, സുപ്രധാന നിയമങ്ങളിൽ നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നമ്മൾ എന്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിരിക്കുക. അപ്പോൾ അത് കണ്ടിട്ട് പഠിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SC/ST അട്രോസിറ്റീസ് ആക്ട് ആണ് കേട്ടോ. 1989 SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ടാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th ലെവലിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അതുപോലെ +2 ലെവലിൽ നമുക്ക് പഠിക്കാറുണ്ട്, ഡിഗ്രി ലെവലിലും പഠിക്കാനുള്ള ഒരു ആക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് പഠിക്കാം. ഓക്കെ, പിന്നെ നോട്ട് നന്നായി എഴുതിയെടുത്ത് പൊക്കോണം. നിങ്ങൾ റിവിഷൻ ചെയ്തോണം പിന്നീടുള്ള കാര്യങ്ങൾ, അതായത് വീണ്ടും എടുത്ത് റിവിഷൻ ചെയ്തോണം. പിന്നെ നമുക്ക് LDC, LGS, LPP ഓൺലൈൻ ബാച്ചുകളുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. റെക്കോർഡ് ബാച്ച് ഇല്ല, എല്ലാം ലൈവ് ബാച്ചാണ്. ലൈവ് ക്ലാസ്സുകളാണ് പോകുന്നത്. ഓക്കെ, അത് നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മളപ്പോൾ ഒരു സുപ്രധാന നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? പൗരാവകാശ സംരക്ഷണ നിയമം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. വല്ല ഓർമ്മ ഉണ്ടാടേ? ഓക്കെ, അതൊക്കെ റിവിഷൻ ചെയ്തോണം, അല്ലെങ്കിൽ മറന്നു പോകും കേട്ടോ. നമ്മൾ ഇന്ന് അടുത്ത് പഠിക്കാൻ പോകുന്നത് അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് SC/ST. അതാണ് അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് SC/ST. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ഈ അട്രോസിറ്റീസ് എന്താണ്? അട്രോസിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ എന്നിവയെ പറയുന്ന പേരാണ് എന്ത്? അട്രോസിറ്റീസ്. ഓക്കെ, അപ്പോൾ പട്ടികജാതി SC/ST എന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് നടക്കുന്ന അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ തടയുന്നതിനുള്ള ശിക്ഷാ നടപടികൾ അടങ്ങിയിരിക്കുന്ന നിയമമാണ് ഏത്? അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് SC/ST. അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ശരി. ആർക്ക് വേണ്ടിയിട്ടുള്ള ആര സംരക്ഷണം? പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് എതിരെ നടക്കുന്ന ചൂഷണങ്ങളും അതിക്രമങ്ങളും തടയാനുള്ള നിയമമാണ്, അല്ലെങ്കിൽ അത് ശിക്ഷ കൊടുക്കാനുള്ള നിയമമാണ് ഈ പറയുന്ന നിയമം. ഓക്കെ, അപ്പോൾ ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയ വർഷം, തീയതി അറിയോ? വർഷം, തീയതി. ഓക്കെ, ഒരു ക്ലൂ തരാം. ആ വർഷമാണ് നമ്മൾ വോട്ടിംഗ് പ്രായം കുറച്ചത്. 89. ഓക്കെ, 89. ഓക്കെ, ഡേറ്റ് അറിയോ? സെപ്റ്റംബർ. കണ്ടൂലേ നീ? സെപ്റ്റംബർ 11 കേട്ടോ. അപ്പൊ പാസ്സായത് എപ്പോഴാണ്? 1989 സെപ്റ്റംബർ 11. 1989 സെപ്റ്റംബർ 11. എങ്കിൽ ഈ നിയമം നിലവിൽ വന്നതോ? 90. എടുക്കാൻ ഒന്നല്ല, ജനുവരി തന്നെയാണ്. 5 ലോക കുഷ്ഠരോഗ ദിനം 30. ഓക്കെ, അതായത് ഗാന്ധിജിയുടെ ചരമദിനം. ഓക്കെ, ശരി. അപ്പൊ 1990 ജനുവരി 30 എന്ത് ചെയ്ത പിള്ളേരെ നിലയിൽ വന്നു. ഓക്കെ, അപ്പൊ എപ്പോഴാ പാസ്സായി? 89 സെപ്റ്റംബർ 11 എന്ത് ചെയ്തു? പാസ്സായി. ഓക്കെ, 1990 ജനുവരി 30 എന്ത് ചെയ്തു? നിലവിൽ വന്നു. ഏത് നിയമം? അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് SC/ST ആക്ട്. ഓക്കെ, എടാ ഈ നിയമം 2015-ലും 2018-ലും ഭേദഗതി ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? 2015, 2018 എന്ത് ചെയ്തിട്ടുണ്ട് പിള്ളേരെ? ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ പറയാം, ഈ നിയമം പാസ്സാവുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? 89 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. റൈറ്റ് ആൻസർ. ഓക്കെ, പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഈ നിയമം നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ആ സമയത്ത് രാജീവ് ഗാന്ധി അല്ല. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ക്രമം, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. നരസിംഹ റാവത്ത് ഒന്ന് VP സിംഗ് മോനെ, VP സിംഗ്, വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന VP സിംഗ്. VP സിംഗ്. ഓക്കെ, അപ്പൊ നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരാ? VP സിംഗ്. ഈ നിയമത്തിന് അംഗീകാരം നൽകിയ രാഷ്ട്രപതി ആരാ? അത് പറഞ്ഞില്ലെങ്കിൽ ഇടിക്കും ഞാൻ. ഇവിടെ പേടിച്ചിട്ട് നിന്നെ ഇടിക്കും ഞാൻ. R. വെങ്കട്ടരാമൻ. ആരുടെ പിള്ളേരെ? R. വെങ്കട്ടരാമൻ. രാഷ്ട്രപതി ആരാണ്? R. വെങ്കട്ടരാമൻ. ഓക്കെ, അപ്പൊ പറയും നിയമം എന്തിനാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നടക്കുന്ന അതിക്രമങ്ങൾ സംരക്ഷിക്കാനാ മോനെ. അതിക്രമങ്ങളും ചൂഷണങ്ങളും അവസാനിപ്പിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കാനുള്ള നിയമമാണ് SC/ST അട്രോസിറ്റി ആക്ട്. ഓക്കെ, ഈ നിയമം ഏത് വർഷമാണ് പാസ്സായത്? 89 സെപ്റ്റംബർ 11. ഈ നിയമം എപ്പോൾ നിലയിൽ വന്നത്? ജനുവരി 30. ഈ നിയമം എപ്പോഴൊക്കെ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 15-ലും 18-ലും എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഈ നിയമം പാസ്സാകുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധി. ഈ നിയമം നിലയിൽ വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? VP സിംഗ്. ഓക്കെ, ഈ നിയമത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ?
ആർ വെങ്കട്ടരാമൻ. ആരാണ്? പ്രധാനമന്ത്രി എന്ന് പറഞ്ഞേ? പ്രസിഡന്റ് ആർ വെങ്കട്ടരാമൻ കേട്ടോ. പ്രസിഡന്റ് ആർ വെങ്കട്ടരാമൻ. ഓക്കെ, ശരി. എടാ പോസിറ്റേ. ഓക്കെ എടാ, നമുക്ക് പ്രീവിയസ് ആയി വന്നൊരു ചോദ്യമാണ് കേട്ടോ. സാമൂഹ്യ ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന നിയമം ഏതെന്ന്? ഏത് നിയമമാണ് അത്? 1989 SC/ST അട്രോസിറ്റീസ് ആക്ട് ആണ് കേട്ടോ. മനസ്സിലായ? ഓക്കെ, അപ്പോൾ ഏത് പദത്തോടാ? സാമൂഹിക ബഹിഷ്കരണം. അപ്പോൾ സാമൂഹിക ബഹിഷ്കരണം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ശരിയാക്കിയായിരുന്നു അത് ചെയ്തപ്പം. സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ്? 1989 SC/ST വിഭാഗങ്ങൾക്കെതിരെ ഉള്ള അക്രമ നിരോധന നിയമത്തിലാണ് കേട്ടോ. ഓക്കെ, ശരി, വരൂ. ശരി എടാ, ഞാൻ കാര്യം ചേട്ടാ, ഈ സാമൂഹിക ബഹിഷ്കരണത്തിന്റെ ഇംഗ്ലീഷ് എന്താ? ബഹിഷ്കരിക്കുക ഇംഗ്ലീഷ് എന്താ? കിറ്റ്. പടാച്ച് കിട്ടുന്നത് വിട്ട് കളയുക, വിട്ടു പോവുക. കിറ്റ് ചെയ്യുക. ബഹിഷ്കരിക്കുന്നത് എന്താണ്? നിങ്ങളായിട്ടൊക്കെ ബന്ധമുള്ള സാധനമാണ്. നീയായിട്ട് ബന്ധമുണ്ട്, നീയായിട്ട് ബന്ധമുണ്ട്, നീയായിട്ട് ബന്ധമുണ്ട്, നീയായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഇവരായിട്ട് ബന്ധമില്ല. ആ വാക്ക്. നീ പുരുഷനായ? മീശ എവിടെ? മീശ മീശ കഴിച്ച ബ്ലേഡ് നിക്ലിയാവും. എടാ ബോയ്. ഇനി പറ. ബോയ്ക്കോട്ട്. പിള്ളേരെ ബോയ്ക്കോട്ട് കേട്ടോ. അപ്പൊ സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ് പിള്ളേരെ? 1989 SC/ST അട്രോസിറ്റീസ് ആക്ടിലാണ് കേട്ടോ. ഏത് പദോടാ? സാമൂഹിക ബഹിഷ്കരണം എന്ന പദം. സാമൂഹിക ബഹിഷ്കരണം എന്ന പദം. ഈ നിയമപ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത് ഡെപ്യൂട്ടി സൂപ്രണ്ട് റാങ്ക് മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ നിയമപ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത് ഏത് റാങ്ക് മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്? ഡെപ്യൂട്ടി സൂപ്രണ്ട്. ചിലപ്പോൾ നമുക്ക് DYSP എന്ന് എഴുതും കേട്ടോ. എന്താണ് DYSP? DYSP പൂർണ്ണരൂപം എന്താണ്? ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എന്നാണ് DYSPയുടെ പൂർണ്ണരൂപം. അപ്പൊ അതിന് ആ റാങ്ക് മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ത് ചെയ്യേണ്ടത്? SC/ST അട്രോസിറ്റീസ് ആക്ടിലെ കേസുകൾ അന്വേഷിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 എത്രയാണ് പിള്ളേരെ? 6 വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 23. എത്രയാണ് പിള്ളേരെ? 23 കേട്ടോ. അപ്പൊ വകുപ്പുകളുടെ എണ്ണം 23 അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ഈ 2005 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അധ്യായമാണ് 4A. ഏതാണ്? 4A. 2015 നമ്മൾ പറഞ്ഞു 2015 18 ഈ നിയമം എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 2015 ഭേദഗതിയിൽ ഒരു അധ്യായം കൂട്ടിച്ചേർത്തു. അത് ഏതാണ്? 4A ആണ് കേട്ടോ. ഏതാണ് പിള്ളേരെ? 4A ആണ്. ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഞാൻ ഈ ഇത്രയും ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ചോദിക്കും. ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് മോനെ? പറ. ചോദിക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ, കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടാ. നിയമത്തിന്റെ പേരെന്ന് പറഞ്ഞേ? അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC/ST കേട്ടോ. അതാണ് ആ നിയമത്തിന്റെ പേര്. ഓക്കെ, അത് പ്രിവെൻഷൻ ആക്ട്. അത് പ്രിവെന്റ് ചെയ്ത ആക്ടാണ്. ഓക്കെ, ശരി. അപ്പം നമുക്കറിയാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള ചൂഷണങ്ങളും അതുപോലെ തന്നെ അതിക്രമങ്ങളും തടയാനുള്ളതും ശിക്ഷ കൊടുക്കാനുള്ളതുമായ നിയമമാണ് ഇത്, അല്ലേ? ഓക്കെ, എപ്പോഴാ പാസ്സായേ? 89 സെപ്റ്റംബർ 11 പാസ്സായി. എപ്പോഴാ നിലവിൽ വന്നേ? ജനുവരി 30. 1990 ജനുവരി 30 നിലവിൽ വന്നു. ഓക്കെ, പാസ്സാവുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി VP സിംഗ്. ഓക്കെ, ഇത് അംഗീകരിച്ച രാഷ്ട്രപതി ആർ വെങ്കട്ടരാമൻ. ഏത് പദം ഉപയോഗിച്ചിട്ടുണ്ട്? സാമൂഹ്യ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഇടിച്ചും കിടത്തും. സാമൂഹ്യ ബഹിഷ്കരണം, സോഷ്യൽ ബോയ്ക്കോട്ട്. എന്താണുള്ളത്? സോഷ്യൽ ബോയ്ക്കോട്ട്. സാമൂഹ്യ ബഹിഷ്കരണം അല്ലെങ്കിൽ സോഷ്യൽ ബോയ്ക്കോട്ട് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഈ നിയമത്തില് ആണ്. ഓക്കെ, ഈ നിയമപ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്? DYSP, ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ റാങ്കിന് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥനാണ് കേട്ടോ. അത് മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കേണ്ടത്. ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 വകുപ്പുകളുടെ എണ്ണം 23 2015 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അധ്യായമാണ് ഏത്? 4A. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രയൊന്ന് ചോദിക്കാമല്ലോ? ഓക്കെ, ശരി, പോസ് ചെയ്തോ. മോനെ, നീ ഇടിച്ച് ഞാൻ പല്ലിന് താഴെ കട കൂടെ നോക്കിയിരുന്നു. ആരെ പഠിച്ച് പൈസ ഉണ്ടാക്കാൻ ആലോചിച്ചിരിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പുകാരൻ. ഓക്കെ, എടാ പറ, നിയമം എപ്പോഴാണ് പാസ്സായത്? 1989 സെപ്റ്റംബർ 11 പാസ്സായി. അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST പ്രിവെൻഷൻ ആക്ട്. ഓക്കെ, അടുത്ത് എപ്പോഴാണ് നിലയിൽ വന്നേ? 90 ജനുവരി 30. എടാ, ഈ നിയമം ഏതൊക്കെ വർഷങ്ങളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 15 18. ഈ നിയമം പാസ്സാകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഈ നിയമം നിലയിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ്. ഈ നിയമത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ രാഷ്ട്രപതി ആർ വെങ്കട്ടരാമൻ. ഏത് പദം ഉപയോഗിച്ചിട്ടുണ്ട്?
സാമൂഹിക ബഹിഷ്കരണം. അവിടെ രശ്മി, ഈ നിയമപ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ റാങ്ക് മുതൽ മുകളിലോട്ട്. ഓക്കെ, ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം അധ്യായങ്ങളുടെ എണ്ണം 6. അവിടെ വേക്കില്ല ഷമീം 6. ഓക്കെ, വകുപ്പുകളുടെ എണ്ണം 23. 2015 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അധ്യായം ഏതാണ്? 4A. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിള്ളേരെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 വകുപ്പുകൾ പഠിക്കണം. മനസ്സിലായി? 6 വകുപ്പുകൾ. ഈ 6 വകുപ്പ് എന്ന് പറയുമ്പോൾ 1 മുതൽ 5 വരെ വരത്തുള്ളൂ നമ്പർ. കാരണം 4A എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നുണ്ട് 1 മുതൽ 5 വരെ വരത്തുള്ളൂ. ഓക്കെ, നോക്കാം. 1 എന്താണ്? എടാ, ഞാൻ അന്ന് പറഞ്ഞല്ല അതിൻ്റെ എല്ലാ ആക്ടിന്റെയും 1ാമത്തെ അധ്യായം എന്താണ്? ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. അതാണ് പ്രാരംഭികം. അതായത് ആ പേരും എല്ലാം പറയുന്നത് അതിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അധ്യായം 1 എന്ന് വെച്ചാൽ പ്രാരംഭികം. എന്താണ് പ്രാരംഭികം? അധ്യായം 5 എന്തായിരിക്കും? കൺക്ലൂഷൻ അല്ല, അത് മിസലേനിയസ് എന്ന് പറയും, മറ്റുള്ളവ. എല്ലാ നിങ്ങൾ നോക്കിയത് എല്ലാ നിയമത്തിന്റെ 1ാമത്തെ അധ്യായവും അവസാനത്തെ അധ്യായവും സെയിം ആയിരിക്കും. മനസ്സിലായില്ലേ? 1ാമത്തെ അധ്യായം ഈ പറയുന്ന പ്രാരംഭികവും അധ്യായം എന്താണ്? മിസലേനിയസ് എന്ന് പറയും. എന്താണ് വളരെ? മിസലേനിയസ്. മിസലേനിയസ് വെച്ചാൽ എന്താണ്? മറ്റുള്ളവ. എന്താണ്? മറ്റുള്ളവ. അപ്പൊ നിങ്ങൾ 2 പഠിച്ചേ. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാരംഭികം. ഓക്കെ, അടുത്ത് അധ്യായം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസലേനിയസ്. ഓക്കെ, അധ്യായം 2 തൊട്ട് പഠിക്കണം. അധ്യായം 2 എന്താണ്? അധ്യായം 2 അതിക്രമ കുറ്റങ്ങൾ. എന്താണ് പിള്ളേരെ? അതിക്രമ കുറ്റങ്ങൾ. അധ്യായം 2 എന്ത് പിള്ളേരെ? അതിക്രമ കുറ്റങ്ങൾ. അധ്യായം 2 എന്താണ്? അതിക്രമ കുറ്റങ്ങൾ. ഓക്കെ, അടുത്ത് അധ്യായം 3 എന്താണ്? അധ്യായം 3 പോസിറ്റേടാ. ശരി, അപ്പൊ അധ്യായം 2 എന്ന് പറഞ്ഞാൽ എന്താണ് പിള്ളേരെ? അതിക്രമ കുറ്റങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് കുറ്റങ്ങൾ എന്നാണ് അതിൽ പറയുന്നത്? അധ്യായം 2 പറയണത് എന്തൊക്കെയാണ്? ഈ SC/ST വിഭാഗത്തിനെതിരെ ചെയ്യുന്ന കുറ്റങ്ങൾ എന്നാണ് അധ്യായം 2 പറയുന്നത്. അധ്യായം 3 വെച്ചാൽ എക്സ്റ്റേൺമെന്റ് ആണ്. എന്താണ്? എക്സ്റ്റേൺമെന്റ് എന്ന് വെച്ചാൽ പുറന്തള്ളൽ. എന്താണ്? പുറന്തള്ളൽ. അത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അടുത്ത അധ്യായം 4 എന്ന് പറഞ്ഞാൽ പ്രത്യേക കോടതികൾ. അധ്യായം 4 എന്താണ്? പ്രത്യേക കോടതികൾ. അധ്യായം 4 എന്താണ്ടാ? പ്രത്യേക കോടതികൾ. അധ്യായം 4A എന്താ? 4A എന്ന് വെച്ചാൽ ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങൾ. എന്താണ്? ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങൾ. ഇത്രയേ ഉള്ളൂ. നമ്മൾ 1, 5 നേരത്തെ പറഞ്ഞു. 1 എന്താ? 1 പ്രാരംഭികം. അടുത്ത് 5 എന്താ? മിസലേനിയസ്. എന്താണ്? മിസലേനിയസ് എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവ. 1 അപ്പൊ 2 നമ്മൾ പറയുന്നത് എന്താണ്? അതിക്രമ കുറ്റങ്ങൾ. 2 എന്താണ്? അതിക്രമ കുറ്റങ്ങൾ. 3 എന്താണ്? എക്സ്റ്റേൺമെന്റ് അല്ലെങ്കിൽ പുറന്തള്ളൽ. 4 എന്താണ്? പ്രത്യേക കോടതികൾ. എന്താണ്? പ്രത്യേക കോടതികൾ. അടുത്ത 4A എന്ന് വെച്ചാൽ ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങൾ. 4A എന്താണ്? ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങൾ. ഓക്കെ, 5 എന്താണ്? മിസലേനിയസ്. 5 എന്താണ്? മിസലേനിയസ്. സെറ്റല്ലേ? ഓക്കെ, ആര്യേ ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി എത്രയാണ് ഈ നിയമപ്രകാരം? 3 മാസം. 3 ദിവസമൊന്നുമില്ല മോനെ, 30 ദിവസം. എത്രയാണ്? കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി എത്രയാണ്? 30 ദിവസമാണ്. എത്രയാണ്? 30 ദിവസമാണ്. കേസുകളിലെ ഇരകളുടെ പുനരധിവാസവും ധനസഹായവും അനുവദിക്കേണ്ടത് ആരാണ്? ജില്ലാ മേധാവി എന്ന് പറഞ്ഞാൽ ആരാണ്? ജില്ലാ കളക്ടർ. ആരാണ്? ജില്ലാ കളക്ടർ. അപ്പൊ കേസുകളിലെ ഇരകളുടെ പുനരധിവാസവും ധനസഹായവും അനുവദിക്കേണ്ടത് ആരാണ്ട? ജില്ലാ കളക്ടറാണ്. ആരാണ്? ജില്ലാ കളക്ടറാണ്. ഓക്കെ, SC/ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുമോ? ഇല്ലേ? മുൻകൂർ ജാമ്യം ലഭിക്കില്ല. മനസ്സിലായില്ലേ? മുൻകൂർ ജാമ്യം ലഭിക്കില്ല. ഓക്കെ, അപ്പൊ SC/ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കില്ല. അത് ആദ്യം ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇത് നമ്മൾ പറഞ്ഞു 2015-ലും 2018-ലും ഭേദഗതി എന്ന് പറഞ്ഞില്ലേ? ആ 2018-ലെ ഭേദഗതി പ്രകാരമാണ് എന്ത് സംഭവിച്ചത്? ഈ പറയുന്ന SC/ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടില്ലെന്ന് വരുത്തിയത്? മുൻകൂർ ജാമ്യം വരില്ല എന്നുള്ള കാര്യം കൊണ്ടുവന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ 2015-ലെ ഭേദഗതിയിൽ ഒരു പട്ടികയല്ല, ഒരു അധ്യായം ചേർത്തു. ഏതാണ്? 4A. ആ 4A എന്ന അധ്യായത്തിൽ എന്താ പറയുന്നത്? ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങൾ. ഓക്കെ, 2018-ലെ ഭേദഗതി എന്താ സംഭവിച്ചേ? ഇവർക്ക് മുൻകൂർ SC/ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്നുള്ള ഭേദഗതി കൊണ്ടുവന്നു. മനസ്സിലായല്ലോ? ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചെടുത്ത് എന്താണ് പിള്ളേർ? 2018-ലെ ഭേദഗതി പ്രകാരം എന്ത് കൊണ്ടുവന്നു? അത് SC/ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഭേദഗതി കൊണ്ടുവന്നാണ് 2018. എന്നാൽ 2018 തന്നെ ഒരു കേസുണ്ട് കേട്ടോ. ഒരു സുപ്രീം
സുപ്രീം കോടതി വിധിക്ക് കാരണമായ കേസ്. ആ കേസാണ് ഡോക്ടർ സുഭാഷ് കാശിനാഥ് മഹാജൻ, കേട്ടെ, ഡോക്ടർ സുഭാഷ് കാശിനാഥ് മഹാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഡോക്ടർ സുഭാഷ് കാശിനാഥ് മഹാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 2018 കേസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കേസ് എന്ന പേരെന്ന് പറഞ്ഞേ ഡോക്ടർ സുഭാഷ് കാശിനാഥ് മഹാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഇവിടെ ഈ കേസ് പ്രകാരം സുപ്രീം കോടതി ഇങ്ങനെ വിധിക്കുകയുണ്ടായി. നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാം. മനസ്സിലായ? ഓക്കെ, അപ്പോൾ 2012 ഭേദഗതി, ആക്ട് ഭേദഗതിയിൽ എന്തുകൊണ്ട് വന്നു? മുൻകൂർ ജാമ്യം നിഷേധിച്ചു കൊണ്ടുവന്നു. എന്നാൽ ഈ കേസ് പ്രകാരം, ഏത് കേസ് പ്രകാരം? ഡോക്ടർ സുഭാഷ് കാശിനാഥ് മഹാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ് പ്രകാരം എന്ത് കൊണ്ടുവരികയാണ്? മുൻകൂർ ജാമ്യം അനുവദിക്കാം. അത് പ്രധാനമായും സുപ്രീം കോടതി അന്ന് പറയുക എന്താണ്? ഈ നിയമം അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? ഈ നിയമം എന്ത് ചെയ്യും? മിസ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്തു കുട്ടികളെ? നിയമം മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വിധിക്കുകയുണ്ട്. ആ കേസാണ് ഏത്? സുഭാഷ് കാശിനാഥ് മഹാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 2018. ഓക്കെ, ശരി. അപ്പൊ കേസിൽ തീർപ്പാക്കുന്നുള്ള സമയപരിധി 30 ദിവസം. ഈ ഇരകളുടെ പുനരധിവാസവും ധനസഹായം അനുവദിക്കേണ്ടത് ജില്ലാ കളക്ടർ. SC/ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഭേദഗതി വന്നത് 2018. പട്ടിക 4A ചേർത്തത് 2015 ഭേദഗതി. ഓക്കെ, ഇനി മുൻകൂർ ജാമ്യം പറഞ്ഞോ? ഈ കേസ് പ്രകാരം മുൻകൂർ ജാമ്യം കൊടുക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത് SC/ST അട്രോസിറ്റീസ് ആക്ട് 1989 അനുസരിച്ചുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താ? 2 വർഷം. ഏറ്റവും കുറഞ്ഞതാണ് 6 മാസം തടവ്. ഏറ്റവും കുറഞ്ഞത് 6 മാസം തടവ്. ഏറ്റവും കൂടിയത് എന്താ? 2 വർഷം. കൂടിയതാ പൊട്ട് ജീവനും പോവും. ജീവപര്യന്ത തടവ്. അപ്പോൾ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം അനുവദിച്ചുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏതാണ്? ഏറ്റവും കുറഞ്ഞ ശിക്ഷ 6 മാസം തടവും. ഏറ്റവും കൂടിയ ശിക്ഷ ഏതാണ്? ജീവപര്യന്തം. ഏതാണ് പിള്ളേരെ? ജീവപര്യന്തം. ഓക്കെ, SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ഏതെങ്കിലും കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും അത് നടപ്പിലാക്കുകയും എന്നാൽ പിന്നീട് തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ശിക്ഷിക്കപ്പെട്ടത് എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ആ തെറ്റായ വിവരം നൽകിയ വ്യക്തിക്ക് വധശിക്ഷ നൽകാവുന്നതാണ്. മനസ്സിലായ? ഓക്കെ, അപ്പം ഞാൻ ഇവനെതിരെ ഒരു കേസ്, ഇവൻ SC/ST വിവാദപ്പെട്ട ആളെന്ന് വിചാരിക്കും. ഇവനെതിരെ ഞാൻ എന്ത് ചെയ്തു? ഒരു കേസ് കൊടുത്തു, ഒരു തെറ്റായ വിവരം കൊടുത്തു. ആ തെറ്റായ വിവരത്തിന്റെ പേരിൽ ഇവനെ കോടതി ശിക്ഷിച്ചു, ഇവനെ തൂക്കിക്കൊന്നു. മനസ്സിലായോ? തൂക്കിക്കൊന്നു. പിന്നീട് എന്ത് സംഭവിക്കുകയാണ്? പിന്നീട് അത് തെറ്റായ വിവരമാണെന്ന് കോടതിക്ക് മനസ്സിലാവുകയാണെങ്കിൽ എന്നെ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അതാണ് ആ ഒരു പോയിന്റ്. ഇതൊക്കെ നമ്മൾ ചോദിക്കും. ഇവിടെ SC/ST വിവാദത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ഏതെങ്കിലും കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും അത് നടപ്പിലാക്കുകയും എന്നാൽ പിന്നീട് തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ശിക്ഷിക്കപ്പെട്ടതെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ആ തെറ്റായ വിവരം നൽകിയ വ്യക്തിക്ക് വധശിക്ഷ നൽകാവുന്നത് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കേസുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട വ്യക്തി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പോലീസ് സൂപ്രണ്ടാണ്. ആരാണ്? പോലീസ് സൂപ്രണ്ടാണ്. അദ്ദേഹം ഇത് ആർക്ക് കൈമാറണം? പോലീസ് സൂപ്രണ്ട് SP കൈമാറണം. DGP കൈമാറണം. മനസ്സിലായോ? ആക്ടിലൊക്കെ ഭയങ്കര വിവരമാണ്. എല്ലാ വിഷയത്തിലും ഒരു ധാരണയുണ്ട്. ഓക്കെ, SP ആണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആരാണ്ട? SP ആണ്. SP അത് ആർക്ക് കൊടുക്കണം? DGP കൊടുക്കണം. SP അത് ആർക്ക് കൊടുക്കണം? DGP കൊടുക്കണം. ഓക്കെ, സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന SC/ST പ്രൊട്ടക്ഷൻ സെല്ലിന്റെ തലവൻ DGP അല്ലെങ്കിൽ ADGP അല്ലെങ്കിൽ IG ആയിരിക്കും. മനസ്സിലായ? എന്നിവരാണ് തലവനായ സ്ഥാനത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന എന്തിന് തലവൻ? SC/ST പ്രൊട്ടക്ഷൻ സെല്ലിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പിള്ളേരെ? ഒന്നുകിൽ DGP അല്ലെങ്കിൽ ADGP അല്ലെങ്കിൽ IG ആയിരിക്കും. മനസ്സിലായ? ഓക്കെ, എന്നിവരാണ് SC/ST വിഭാഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ഏതൊക്കെയാണ്? 341 342. മനസ്സിലായില്ലേ? അത് ഏതൊക്കെയാണ് SC/ST വിഭാഗങ്ങൾ എന്ന് പറയുന്നത്? ഏതിലാണ് കുട്ടികളെ? 341 342 ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ പറയുന്നത് SC/ST വിഭാഗങ്ങളെ കുറിച്ചൊക്കെയാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? 330A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 330 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോകസഭയിലെ സംവരണം. 332 എന്താണ്? നിയമസഭയിലെ സംവരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 338 പഠിച്ചിട്ടുണ്ട്. 338 എന്താണ്?
പട്ടികജാതി കമ്മീഷൻ, 338A എന്ന് പറഞ്ഞാൽ പട്ടികവർഗ കമ്മീഷൻ, അത് നമ്മൾ പഠിച്ചുള്ള കാര്യമാണ് അല്ലേ. എന്നാൽ നമ്മുടെ SC/ST വിഭാഗങ്ങളെ കുറിച്ച് ഏതൊക്കെയാണ് SC/ST വിഭാഗങ്ങളെന്ന് പ്രതിപാദിക്കുന്നത് 341(1) 342(1). ഓക്കെ, ആരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, എന്താണ് ചോദ്യം? എന്തോ വകുപ്പ്? 348 രണ്ടും. അപ്പൊ ആദ്യത്തത് രണ്ടാമത്തത് 1. ഓക്കെ, ശരി. ആരാ റിപ്പോർട്ട് കൊടുക്കേണ്ടത്? സൂപ്രണ്ട് ആ കൊടുക്കണം. നമ്മളൊരു SC/ST പ്രൊട്ടക്ഷൻ സെല്ല് രൂപീകരിച്ച അതിന്റെ തലവൻ ആരായിരിക്കും? CPO സ്പെഷ്യൽ തപ്പി പഠിച്ചോണ്ടേ. കാരണം ആ പോലീസ് ഭാഷയൊക്കെ എടുത്തിട്ട് പ്രയോജനം ഉണ്ടോ? കുറ്റമായി. ഓക്കെ, കൂടിയ ശിക്ഷ കുറഞ്ഞത് 6 മാസം. ഇതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ലേ? അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഇയാളെ എതിർക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യട്ടാ താങ്കൾ ഇങ്ങനെ ഈ നിയമത്തിൽ പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയണത്. ഓക്കെ, ഓക്കെ. എടാ, ജനസംഖ്യയുടെ പകുതിയിലധികവും ആദിവാസി വിഭാഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെ നോക്കാം. മനസ്സിലായോ? ജനസംഖ്യയുടെ പകുതിയിലധികവും. ഓക്കെ, എവിടെയൊക്കെ ആയിരിക്കും ഇവിടെ? മധ്യപ്രദേശ് ഇല്ല. ഒരു പ്രദേശമുണ്ട്. അരുണാചൽപ്രദേശ് ഉണ്ട്. നാഗാലാൻഡും ഉണ്ട്. മിസോറാമും ഉണ്ട്. എടാ 2 മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽപ്രദേശ്. മനസ്സിലായോ? മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽപ്രദേശ്. അപ്പൊ ഇവിടത്തേക്ക് പ്രത്യേകത എന്താണ്? പകുതിയിലധികം പേരും എന്താണ്? SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. പകുതിയിലധികം പേര് എന്താണ്? SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, ഇത് സ്പ്രേ വാങ്ങിച്ചായിരുന്നു നീ? മറ്റേ ഇവിടെ ഈ ചെടിക്കൊക്കെ വെള്ളമടിക്കുന്ന സ്പ്രേ, ബാർബർ ഷോപ്പിലൊക്കെ ഉള്ള സ്പ്രേ. ചെടിക്കല്ല, ഇവിടെ ആൾക്ക് ഒഴിക്കാനാണ്. കോട്ടുവായൊക്ക ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, കോട്ട ഇട്ടില്ല, വിഴുങ്ങി ഇറക്കിയില്ലത്. ഓക്കെ, ശരി, ക്ലിയർ അല്ലേ? ഇത്ര മനസ്സിലായ? അപ്പൊ ഇത്രയും ഒന്നും ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. സൂര്യ പോസിറ്റോ ഇവിടെ. അപ്പൊ ഇത്രയും പഠിച്ച സെറ്റാണല്ലോ. ഓക്കെ, 30 ദിവസം കേസ് തീർപ്പാക്കാൻ സമയമുണ്ട്. ജില്ലാ കളക്ടറാണ് ഇരകളുടെ പുനരധിവാസം ധനസഹായം നോക്കേണ്ടത്. ഓക്കെ, 2018 ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? മുൻകൂർ ജാമ്യം ഇല്ലെന്നാക്കി. ഓക്കെ, എന്നാൽ 2018 സുഭാഷ് കാശിനാഥ് മഹാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ് പ്രകാരം എന്ത് ചെയ്തു? മുൻകൂർ ജാമ്യം കൊടുക്കാന്നാക്കി. ഓക്കെ, ശരി. 6 മാസം വരെ കുറഞ്ഞ തടവും ജീവപര്യന്ത തടവാണ് കൂടിയത്. ഓക്കെ, SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ച് തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അത് പിന്നീട് തെറ്റായ വിവരത്തിന്റെ പേരിലാണെന്ന് അറിയുകയാണെങ്കിൽ ആ തെറ്റായ വിവരം നൽകിയ ആൾ എന്ത് ചെയ്യാം? തൂക്കിലേറ്റാം. മനസ്സിലായ? ഓക്കെ, അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയ് ഭീം സിനിമ കണ്ടാൽ മനസ്സിലാവും. ജയ് ഭീം സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഈ ഇപ്പോഴല്ല, പണ്ടത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയർന്ന ജാതിക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരുടെ മേളിൽ കെട്ടിവെക്കുകയും അവർ ശിക്ഷ അനുഭവിക്കുകയും ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ ഈ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള കേസുകൾ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആരാണ്? SP ആണ്. ആർക്കാ കൊടുക്കേണ്ടേ? DGPക്ക്. സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന SC/ST പ്രൊട്ടക്ഷൻ സെല്ലിന്റെ തലവൻ ആരായിരിക്കും? DGP, ADGP അല്ലെങ്കിൽ IGP. ഓക്കെ, അടുത്ത് SC/ST വിഭാഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ഏതൊക്കെയാണ്? 341 342 ജനസംഖ്യയുടെ പകുതിയിലധികവും ആദിവാസി വിഭാഗങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽപ്രദേശ്. ഓക്കെ, ഇനി അടുത്ത് പ്രധാന വകുപ്പുകളും നോക്കാം. നമുക്ക് സിനിമ ചോദിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളെ. അധ്യായം 2 എന്ത് പറയുന്നത്? അതിക്രമ കുറ്റങ്ങളെ കുറിച്ച് പറയുന്നത്. അധ്യായം 2 ഉൾപ്പെടുന്ന വകുപ്പുകളാണ് 3 മുതൽ 9 വരെ. മനസ്സിലായി? അപ്പൊ അധ്യായം 2 എന്ത് പറയുന്നേ? അതിക്രമ കുറ്റങ്ങളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതിക്രമ കുറ്റങ്ങളെ കുറിച്ച് പറയുന്നത്. അതിലുൾപ്പെടുന്ന വകുപ്പുകൾ 3 മുതൽ 9 വരെയാണ്. ഓക്കെ, അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 3. ഏതാണ്? സെക്ഷൻ 3. അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് പിള്ളേരെ? സെക്ഷൻ 3. ഏതാണ്? സെക്ഷൻ 3. ഓക്കെ, SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്തിന് ശ്രദ്ധിക്കുന്നേ. SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്തിനടുത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് കുറ്റകരമാണെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 3B. എന്താണ്? സെക്ഷൻ 3B. ഓക്കെ, 3B. ഓക്കെ, അപ്പോൾ വേസ്റ്റ് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഏതാണ്ടാ?
മൂന്ന് ബി എന്താണ് 3B വേസ്റ്റ് ഇടാൻ പാടില്ലെന്ന് പറയുന്നത് 3B. ഓക്കെ, അപ്പോൾ 3B എന്താണ്? SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്തിനകത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് കുറ്റകരമാണെന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ്? 3B. ഏതാണ്? 3B. ഓക്കെ, അടുത്ത് SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണെന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ്? 3F. ഏതാണ്? 3F. ഓക്കെ, 3F. ഓക്കെ, ഫ്ലോട്ട് തട്ടിയെടുക്കുക. എന്തൊരു കണക്ഷൻ കിങ്ങടാ. അക്ഷയാണ് ഫ്ലോറാ പറഞ്ഞത്. ഓക്കെ എടാ. അപ്പൊ 3B ബേസ്റ്റ് ബേസ്റ്റ് എന്ന് പറഞ്ഞു പിടിച്ചത്. ബേസ്റ്റ് ബിൻ വേസ്റ്റ് ബിൻ. വേസ്റ്റ് ബിൻ എങ്ങനെ കിട്ടിയത്? ഓക്കെ, അപ്പൊ 3Bയിൽ എന്താ പറയുന്നത് വളരെ? വേസ്റ്റ് ഇതാ SC/ST വിഭാഗത്തിൽ വീടിന്റെ അടുത്തുള്ള താമസ സ്ഥലത്തിനകത്ത്. ഇത് വീട് എന്നൊക്കെ പറഞ്ഞത് നിയമപ്രകാരം പറ. വീട് താമസ സ്ഥലത്തിനകത്ത്. ഓക്കെ, അടുത്ത SC/ST വിഭാഗത്തിൽപ്പെട്ട സ്ഥലം തട്ടിയെടുക്കാൻ പാടില്ലെന്ന് ഫ്ലോട്ട് തട്ടിയെടുക്കാൻ പാടില്ല. ഓക്കെ, ഫ്ലോട്ട് F. അടുത്ത് SC/ST വിഭാഗത്തിൽ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് ഏത്? 3H. ഏതാണ്? 3H. ഓക്കെ, അടിമകൾ എച്ചിരിനോ ആഴ്ച കാര്യം തരും കേട്ടാ. നമ്മളിങ്ങനെ പറയാം ഹ്യൂമാനിറ്റി ഉള്ളവർ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നില്ലെന്ന് ഓർത്താൽ മതി. ഓക്കെ, ഹ്യൂമാനിറ്റി എന്താണ്? മനുഷ്യത്വം. ഹ്യൂമാനിറ്റി ഉള്ളവർ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നില്ല എന്ന് ഓർത്താൽ കേട്ടോ. അപ്പൊ ചെയ്യിപ്പിക്കാൻ പാടില്ലെന്നല്ലേ അതിൽ പറയുന്നത്? 3H പറയുന്നത്. 3H എന്താ പറയടാ? അടിമപ്പണി ചെയ്യിപ്പിക്കാൻ പാടില്ല. അടിമപ്പണി ചെയ്യിപ്പിക്കാൻ പാടില്ല? SC/ST വിഭാഗത്തിൽപ്പെട്ടവരെ അടിമപ്പണി ചെയ്യിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അടുത്തടുത്ത് SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ? അത് 14(1) ഏതാണ് വളരെ? 14(1). ഓക്കെ, അപ്പോൾ SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 4 പറഞ്ഞായിരുന്നു. 4 എന്താ പറയുന്നത്? പ്രത്യേക കോടതികൾ എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ അധ്യായം പറഞ്ഞപ്പോൾ അധ്യായം 4 എന്തായിരുന്നു? പ്രത്യേക കോടതിയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ പറയുന്ന വകുപ്പ് ചോദിച്ചാൽ ഏതാണ്? 14(1). 14(1). ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞുതരാം. അധ്യായം 2 എന്തിനെ കുറിച്ച് പറയുന്നത്? കുറ്റങ്ങളെ കുറിച്ച് പറയുന്നത്. അധ്യായം 2 ഉൾപ്പെടുന്ന വകുപ്പുകൾ 3 മുതൽ 9 വരെ. അതിക്രമങ്ങൾക്കുള്ള ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 3. ഓക്കെ, SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്തിനടുത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് കുറ്റകരമാണെന്ന് അനുശാസിക്കുന്ന വകുപ്പ് 3B. ഏതാണ്? സെക്ഷൻ 3B. ഓക്കെ, അടുത്ത് 3F എന്താ? SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണെന്ന് അനുശാസിക്കുന്നതാണ് ഏത്? 3F. ഓക്കെ, അടുത്ത് എന്താണ്? 3H. SC/ST വിഭാഗത്തിൽ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നത് തെറ്റാണെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് ഏത്? 3H. ഓക്കെ, 14(1) എന്താ പറയുന്നത്? ഇവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ പറയുന്നത് 14(1). ഏതാണ്? 14(1). ഓക്കെ, നല്ല രീതിയിലൊക്കെ കോട്ടുവകൾ പിടിച്ചടക്കുന്നുണ്ട് പലരും. എത്ര മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് ആണത്. ഓക്കെ, അറിയാൻ മനസ്സിലായ? ഇപ്പം ഈ പറഞ്ഞ സെക്ഷനിലൊക്കെ എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, മുന്നോട്ട് കൊണ്ടുപോകല്ലോ അത്. കൊണ്ടുപോകാം. ഓക്കെ, എടാ ഇനി നമുക്ക് പ്രധാന നിർവചനോടെ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നിർത്താം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോടാ? ഒന്ന് ചോദിക്കട്ടാ, നീ പറയടാ മോനെ. അധ്യായം 2 എന്താ പറയുന്നേ? അതിക്രമ കുറ്റങ്ങൾ. അധ്യായം 2 ഉൾപ്പെടുന്ന വകുപ്പുകൾ 3 തൊട്ട് 9 വരെ. അതിക്രമങ്ങൾക്ക് ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 3. സെക്ഷൻ 3B എന്താ? 3B എന്ന് വെച്ചാൽ ഇവരെ താമസ സ്ഥലത്തിനടുത്ത് വേസ്റ്റ് ഇടുന്നതിനെ കുറിച്ച്. വേസ്റ്റ് ഇടരുത്. ഓക്കെ, അടുത്ത 3F എന്താ? 3F എന്ന് വെച്ചാൽ മറ്റേ ഇവരെ സ്ഥലം തട്ടിയെടുക്കണം. ഫ്ലോട്ട് തട്ടിയെടുക്കാൻ പാടില്ല. ഓക്കെ, H എന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്നതിനെതിരെ. ഓക്കെ, 14(1) മറ്റേ ഇവർക്ക് പെട്ടെന്ന് ഇതൊക്കെ നടപ്പിലാക്കാൻ പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേക കോടതികൾ. ഓക്കെ, പഠിച്ചിരിക്കുന്നു. ഓക്കെ, ശരി. പ്രധാന നിർവചനങ്ങൾ പറഞ്ഞാലോ? പ്രധാന നിർവചനങ്ങൾ പറഞ്ഞ സെക്ഷൻ 2 ഓക്കെ, ആശ്രിതൻ എന്താണ്? ആശ്രിതൻ ഇരയെ പൂർണ്ണമായോ ഭാഗികമായോ ആശ്രയിച്ച് ജീവിക്കുന്ന ഇരയുടെ ഭാര്യയോ ഭർത്താവോ കുട്ടിയോ മാതാപിതാക്കളോ സഹോദരങ്ങളോ എന്നർത്ഥമാക്കുന്നു. മനസ്സിലായ? അപ്പം ആശ്രിതൻ എന്ന് പറഞ്ഞേ മനസ്സിലായോ? ഇപ്പം ആശ്രിതൻ ഞാനാണ് ഇര. മനസ്സിലായല്ലേ? അപ്പം എൻ്റെ ഭാര്യയെയോ ഞാൻ ഇര, എൻ്റെ ഭാര്യയെയോ എൻ്റെ കുട്ടികളോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ സഹോദരങ്ങളോ ആര് വേണോ എന്താവാം,
ആശ്രിതരാകും. അത് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? ഇരയെ ആശ്രയിച്ച് ജീവിക്കുന്നവരെല്ലാം എന്താണുള്ളത്? ആശ്രിതര്. ഇര ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ ബേസ് ചെയ്താണ് ആ കുടുംബം പോണെങ്കിൽ ഇരയുടെ ഭർത്താവ് എന്താണ്? ആശ്രിതരാണ്. കുട്ടികൾ എന്താണ്? ആശ്രിതരാണ്. അപ്പൊ ആശ്രിതം മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് ആശ്രിതൻ? ഒരാളല്ല, ഇരയെ പൂർണ്ണമായോ ഭാഗികമായോ ആശ്രയിച്ച് ജീവിക്കുന്ന ഇരയുടെ ഭാര്യയോ ഭർത്താവോ കുട്ടിയോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഇതെല്ലാം എന്താണ്? ആശ്രിതരാണ്. മനസ്സിലായി? ഇതെല്ലാം അടുത്ത ബന്ധുക്കള്. ഭാര്യ, കുട്ടികൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇതൊക്കെല്ലാം അടുത്ത ബന്ധുക്കള്. അതായത് ഉദാഹരണത്തിന് താങ്കളെ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് ദോ അവൻ, അല്ലേ? ഒരിക്കൽ യവൻ കൊഴയടിച്ചോണ്ടാണ് ആട്ടും പാലല്ല നീ കുടിക്കുന്നത്, അല്ലേടാ? അല്ലേടാ? നിന്റെ കാലൊന്ന് തിറമ്പിയെന്നും പറഞ്ഞിട്ട് ആ കൊച്ചിനായിട്ടല്ല കഷ്ടപ്പെടുത്തുന്നത്. തുമ്മും. ഓക്കെ. അടുത്ത് അതിക്രമം. അതിക്രമം എന്ന് പറഞ്ഞാൽ എടാ നമ്മൾ പഠിക്കും. അതിക്രമം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേടാ, സെക്ഷൻ 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? 3B 3F 3H ഒക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതൊക്കെയാണ് അതിക്രമം പറയുന്നത് കേട്ടോ. അതിക്രമങ്ങൾ അതിക്രമത്തെ നമ്മൾ എന്താണ് അട്രോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അതിക്രമം മനസ്സിലായല്ലോ. സെക്ഷൻ 3 നിഷ്കർഷിക്കുന്ന എന്ന് പറഞ്ഞേ, ഒന്നുകൂടെ. ആ സാധനമാണ് എന്ത്? അതിക്രമം. എന്താണ് ഉള്ളത്? അതിക്രമം. മനസ്സിലായി? സെക്ഷൻ 3 നമ്മുടെ വാക്ക് 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങളാണ് ഏത്? അതിക്രമങ്ങൾ. ഓക്കെ. അടുത്ത സാമ്പത്തിക ബഹിഷ്കരണം. നമ്മൾ നേരത്തെ സാമൂഹിക ബഹിഷ്കരണം പറയും, ഇതല്ല സാമ്പത്തിക ബഹിഷ്കരണം. അതിന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞേ. എക്കണോമിക് ബോയ്ക്കോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായാലും സോഷ്യൽ ബോയ്ക്കോട്ടും ഡെഫിനിഷൻ ഇപ്പുറത്തുണ്ട് കേട്ടോ. ഓക്കെ. നമ്മളിപ്പോൾ എക്കണോമിക് ബോയ്ക്കോട്ടിനെ കുറിച്ച് പറയാൻ പോവുകയാണേ. എടാ, ഈ നിയമത്തിൽ സാമ്പത്തിക ബഹിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാവേ. മറ്റൊരാളുമായി ഇടപെടാനോ ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ വിസമ്മതിക്കുക. മനസ്സിലായ? ഓക്കെ. അതായത് SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരാളുമായി ഇടപെടാനോ ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ വിസമ്മതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക ബഹിഷ്കരണമാണ്. മനസ്സിലായില്ലേ? ഇപ്പം അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് അത് ബഹിഷ്കരിക്കുകയാണെങ്കിൽ, വിസമ്മതിക്കുകയാണെങ്കിൽ അത് എന്തിൽപ്പെടും? സാമ്പത്തിക ബഹിഷ്കരണത്തിൽ പെടും. ഓക്കെ. സേവനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള കരാർ അവസരങ്ങളോ നിഷേധിക്കുക. മനസ്സിലായോ? എന്താണ്? സേവനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള കരാർ അവസരങ്ങളോ എന്ത് ചെയ്യുക? നിഷേധിക്കുക. അടുത്ത് സാധാരണ ബിസിനസ്സിൽ ചെയ്യുന്ന നിബന്ധനകൾ ചെയ്യാൻ വിസമ്മതിക്കുക. മനസ്സിലായില്ലേ? അപ്പം ഒരു സാധാരണ ബിസിനസ് നമ്മൾ നടത്തുന്ന സമയത്ത് കുറേ നിബന്ധന ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് നിനക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല, നീ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ചാലും അതെന്താണ്? സാമ്പത്തിക ബഹിഷ്കരണത്തിന്റെ പരിധിയിൽ എന്ത് ചെയ്യും? പെടും. ഓക്കെ. അടുത്ത് ഒരാൾ മറ്റൊരാളുമായി നിലനിർത്തുന്ന പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. മനസ്സിലായ? ഒരാൾ മറ്റൊരാളുമായി നിലനിർത്തുന്ന പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ബന്ധങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? വിട്ടു നിൽക്കുക. ഇതെല്ലാം എന്താണ്? അതായത് ഒരാളുടെ ജാതി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ, SC/ST വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ എന്താണത്? സാമ്പത്തിക ബഹിഷ്കരണമാണ്. മനസ്സിലായി? ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? എക്കണോമിക് ബോയ്ക്കോട്ട് എന്ന് പറയുന്നത്. ഏത് നിയമത്തില്? അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST പ്രിവെൻഷൻ ആക്ട്. തടയുന്നുള്ള നിയമമാണ് കേട്ടോ. മനസ്സിലായ? അവിടെ കുട്ടി മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. മനസ്സിലാവുന്നുണ്ടല്ലോ. ശരി. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? സാമ്പത്തിക ബഹിഷ്കരണം അല്ലെങ്കിൽ എക്കണോമിക് ബോയ്ക്കോട്ട്. ആദ്യം പറഞ്ഞു മറ്റൊരാളുമായി ഇടപെടാനോ ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ വിസമ്മതിക്കുക. ഓക്കെ. 2 സേവനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള കരാർ അവസരങ്ങളോ നിഷേധിക്കുക. അടുത്ത് സാധാരണ ബിസിനസ് ചെയ്യുന്ന നിബന്ധനകൾ ചെയ്യാൻ വിസമ്മതിക്കുക. ഓക്കെ. അടുത്ത് ഒരാൾ മറ്റൊരാളുമായി നിലനിർത്തുന്ന പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതെല്ലാം എന്താണ് ഉള്ളത്? എന്താണ്? സാമ്പത്തിക ബഹിഷ്കരണം. എല്ലാം പുകഞ്ഞിരിക്കുകയാണ് കേട്ടാ. മനസ്സിലാവല്ലേ ഇതൊക്കെ? മനസ്സിലാവുന്നില്ലേ? പക്ഷെ എനിക്കിത് പഠിച്ചപ്പോൾ ഒരു രസമായിട്ട് തോന്നുന്നു. കാരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലേ? ഒന്ന് പൗസ് ചെയ്യാൻ 2 വെള്ളം കൊടുക്കട്ടെ എല്ലാവർക്കും. ഓക്കെ അല്ലേ? അഭിനയിക്കല്ലേ? ഫേക്ക് ആവല്ലേ? സെറ്റാണല്ലോ. ഓക്കെ. റിയലായിട്ട് ഓക്കെ. അക്ഷയ റിയലാണ്. അവൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. സാമൂഹിക ബഹിഷ്കരണം, അതായത് സോഷ്യൽ ബോയ്ക്കോട്ട്. ഓക്കെ. എടാ, ഈ നിയമത്തിൽ സാമൂഹിക ബഹിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ?
ഒന്ന് ആലോചിക്കുക, എന്താണ് സാമൂഹ്യ ബഹിഷ്കരണം? സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, അതല്ലേ? അപ്പൊ നമുക്ക് ഓരോ പേര് പഠിക്കാം. ഒരാളെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തുക. ഒരാളെ എന്ത് ചെയ്യുക? മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തുക. ഓക്കെ. അടുത്ത്, ഒരാളെ മറ്റുള്ളവരുമായി നിലനിർത്തുന്ന സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിർബന്ധിക്കുക. മനസ്സിലായ? ഒരാളെ മറ്റൊരാളുമായി നിലനിർത്തുന്ന സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിർബന്ധിക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പം ഞാൻ ഒരാളടുത്ത് പറയാണ്, എടാ നിന്റെ ആ കൂട്ടുകാരൻ ഇന്ന കാസ്റ്റിൽപ്പെട്ട ഒരാളല്ലേ, ഇന്ന ഇതിൽപ്പെട്ട ആളല്ലേ, നീ എന്തിനാ എൻ്റെ അടുത്ത് കൂട്ടുകൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവനെ നിർബന്ധിക്കുകയാണെങ്കിൽ അതെന്താണ്? സാമൂഹ്യ ബഹിഷ്കരണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്ത്, ഒരു വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും ആചാരപരമായ സേവനം സ്വീകരിക്കുന്നതിന് തടയുക. എന്താണ്? ഒരു വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും ആചാരപരമായ സേവനം സ്വീകരിക്കുന്നതിന് തടയുക. മനസ്സിലായില്ലേ? അതായത് ഇപ്പം ആചാരപരം നമ്മളിപ്പം അമ്പലമായിട്ട് ബന്ധപ്പെട്ടതോ പള്ളിയായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് അത് കൊടുക്കാതിരിക്കുക. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം ഏത് വരുന്നതാണ്? സാമൂഹ്യ ബഹിഷ്കരണത്തിൽ സോഷ്യൽ ബോയ്ക്കോട്ടിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾ ഇത്ര സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണെന്ത്? സാമൂഹ്യ ബഹിഷ്കരണം. സാമ്പത്തികമായ കാര്യങ്ങൾ ഒറ്റപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് സാമ്പത്തിക ബഹിഷ്കരണം. ഇനി നമുക്ക് പഠിക്കുന്ന 2 കാര്യങ്ങളുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇരയും സാക്ഷിയും. ഓക്കെ, ശരി. ഇര എന്തെന്ന് പറയും? ഇര എന്ന് പറയുമോ? മറ്റേ ഈ ഇരയല്ല, ഇംഗ്ലീഷ് എന്ന് പറയുമെന്ന്? വിക്ടിം. എന്താണ്? വിക്ടിം. ഓക്കെ. എടാ, ഈ നിയമത്തിന് കീഴിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഫലമായി ശാരീരികമോ മാനസികമോ വൈകാരികമോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് ഇര. മനസ്സിലായ? അപ്പൊ ഈ നിയമത്തിൽ നമ്മൾ കുറച്ച് കുറ്റകൃത്യം പറഞ്ഞില്ലേ പിള്ളേരെ? പറഞ്ഞില്ലായിരുന്നോ? ആ കുറ്റകൃത്യത്തിന്റെ ഫലമായി ശാരീരികമോ മാനസികമോ വൈകാരികമോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് ആര്? അതായത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായി? നമ്മൾ മാനസികമായ പോലും ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇര. ഓക്കെ. ആ വ്യക്തിയുടെ ബന്ധുക്കളും രക്ഷിതാക്കളും അവകാശികളും ഇതിൽ ഉൾപ്പെടുന്നു. മനസ്സിലായി? ഇപ്പൊ ഒരാളല്ല അതിൽ വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ SSC ബന്ധപ്പെട്ട ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും ഒരിതുണ്ടാവുകയാണെങ്കിൽ അതെന്ത് സംഭവിക്കും? അത് വീട്ടിലെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ മാത്രമല്ല എന്ത് ചെയ്യുന്നത് ഇരയെന്ന് പറയുന്നത്, എന്റെ കൂടെ ഉള്ളവരും. മനസ്സിലായി? നമ്മൾ ആശ്രിതരെന്ന് പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ ആശ്രിതരെ എന്ത് ചെയ്യുന്നു? ഇത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത്, സാക്ഷി. ഈ നിയമത്തിൽ പറയുന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ അന്വേഷണത്തിനോ വിചാരണയ്ക്കോ ആവശ്യമായ വസ്തുക്കളും വിവരങ്ങളും കൈവശമുള്ള വ്യക്തിയെ സാക്ഷി എന്ന് വിളിക്കും. നമുക്ക് സാക്ഷിക്ക് ഇംഗ്ലീഷ് എന്താ പറയുന്നേ? സാക്ഷിക്ക് ഇംഗ്ലീഷ് എന്താ പറയടാ? പൊട്ടന്മാർ ഇരിക്കുന്നതൊക്കെയാണ്. സാക്ഷിക്ക് എന്താ പറയും? ഞാൻ മതിയാക്കി. സാക്ഷിയുടെ ഇംഗ്ലീഷ് പോലും അറിയാത്തതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. വിറ്റ്നസ്. പിന്നെ നീ പറയാത്തത്? അവന്റെ ഒരു നീല പാന്റ്. സാക്ഷി എന്ന് വെച്ചാ വിറ്റ്നസ്. ദൃക്സാക്ഷി എന്ന് വെച്ചാൽ 2 ദൃക്സാക്ഷി ആകുമ്പോ ദൃക്സാക്ഷി ആകുമ്പം ഐ വിറ്റ്നസ്. മനസ്സിലായ? സാക്ഷി എന്ന് വെച്ചാൽ എന്താണ്? വിറ്റ്നസ്. ദൃക്സാക്ഷി എന്ന് വെച്ചാൽ ഐ വിറ്റ്നസ്. ഓക്കെ, ശരി. അപ്പൊ ഈ നിയമത്തിൽ പറയുന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ അന്വേഷണത്തിനോ വിചാരണയ്ക്കോ ആവശ്യമായ വസ്തുക്കളോ വിവരങ്ങളോ കൈവശമുള്ള വ്യക്തിയെ സാക്ഷി എന്ന് വിളിക്കുക. നിങ്ങൾക്ക് മനസ്സിലായ? ഇപ്പൊ ഞാൻ ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരാളോട് ഒരു കുറ്റകൃത്യം ചെയ്തു. മനസ്സിലായില്ലേ? നീ അത് കണ്ടു. മനസ്സിലായ? നീ അത് കണ്ടു. അപ്പൊ ആരാ സാക്ഷി? നേരിട്ട് കണ്ടില്ലേ? കണ്ട, അവൻ ബഹുദൂരം മുന്നോട്ട് പോയി. അവൻ ദൃക്സാക്ഷി. കറക്റ്റാ. സാക്ഷിയല്ല, ദൃക്സാക്ഷിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ സാക്ഷി. അപ്പൊ നിനക്ക് എനിക്കെതിരെ തരാനുള്ള തെളിവിന്റെ ഉണ്ടാ? അതായത് ഈ പറയുന്ന അന്വേഷണത്തിന് പോലീസിനെ സഹായിക്കുന്ന തെളിവിന്റെ ഉണ്ടാ? ഉണ്ട്. ഓക്കെ, കോടതി വിചാരണയ്ക്കുള്ള തെളിവിന്റെ ഉണ്ടാ? ഉണ്ട്. അപ്പൊ നീയാണ് എന്ത്? സാക്ഷി. മനസ്സിലായ? അപ്പൊ നീ എനിക്കെതിരെ എന്ത് ചെയ്യും? സാക്ഷിയാ. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ വ്യക്തിയെ അത്തരം കേസിന്റെ അന്വേഷണത്തിലോ വിചാരണക്കിടയിലോ വിവരങ്ങൾ നൽകാനും ഏതെങ്കിലും രേഖ ഹാജരാക്കാനും ആവശ്യമായി വന്നേക്കാം. മനസ്സിലായ? അപ്പൊ ഈ സംഭവം നമ്മൾ സാക്ഷി എന്തിനാ ഉപയോഗിക്കുന്നേ?
ഇവിടെ സാക്ഷി എന്തിനാ ഉപയോഗിക്കുന്നത്? അന്വേഷണത്തിലോ വിചാരണയിലോ വിവരം ഹാജരാക്കാല്ലേ? വിവരം ഹാജരാക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഈ സാക്ഷി. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായ നിർവചനങ്ങൾ വളരെ ഈസി അല്ലേടാ? ഓക്കെ. അത് ആശ്രിതം എന്ന് വെച്ചാൽ ഇരയെ ആശ്രയിച്ച് ജീവിക്കുന്നവരെല്ലാം ആശ്രിതരാണ്. അതിക്രമം എന്ന് വെച്ചാൽ സെക്ഷൻ 3 പറയുന്ന കുറ്റകൃത്യമെല്ലാം എന്താണ്? അതിക്രമമാണ്. സാമ്പത്തിക ബഹിഷ്കരണം എന്ന് വെച്ചാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒറ്റപ്പെടുത്തുന്നതെല്ലാം എന്താണ്? സാമ്പത്തിക ബഹിഷ്കരണമാണ്. സാമൂഹിക ബഹിഷ്കരണം എന്ന് വെച്ചാൽ സാമൂഹികമായ കാര്യങ്ങളിൽ ഒറ്റപ്പെടുത്തുന്നതെല്ലാം സാമൂഹിക ബഹിഷ്കരണമാണ്. ഇരയെന്ന് പറഞ്ഞാൽ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ട് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ വൈകാരികമായോ മുറിവേൽക്കുന്ന ഒരാളും അദ്ദേഹത്തെ ആശ്രയിക്കുന്ന ആൾക്കാരും എന്ത് ചെയ്യും? ഇരയായി മാറാം. ഓക്കെ. സാക്ഷി എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൽ പറയുന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ അന്വേഷണത്തിനോ വിചാരണയ്ക്കോ ആവശ്യമായ രേഖകൾ കയ്യിലുള്ള ആളെ നമ്മൾ എന്ന് പറയും? സാക്ഷി എന്ന് പറയും. ഓക്കെ. അന്വേഷണത്തിനിടയ്ക്കും അതുപോലെ വിചാരണയ്ക്കിടയ്ക്കും ഈ പറയുന്ന സാക്ഷി എന്ത് ചെയ്യാൻ പറ്റും പിള്ളേരെ? വിളിക്കാനും ഉള്ള വിവരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പൊ നീ എനിക്കെതിരെ എന്ത് ചെയ്യണം? നീ പറയുമല്ലോ, ഇത്രയും കാലം പഠിപ്പിച്ച് അനിയനെ പോലെ കൂടെ കൊണ്ടുവരുന്ന എനിക്കെതിരെ സാക്ഷി പറയൂടാ നീ. ഏടാ നീ പറയൂടാ? ഒന്നും ആലോചിച്ച് നോക്കിയാണ്. തെറ്റാരെയ്താലും ആദിശാണെങ്കിലോ അപ്പൊ പിന്നെ ഒന്നും പറയാം. സ്വന്തം ചേട്ടനെതിരെ സാക്ഷി പറയുക പിന്നെ പാമ്പിനെയാണ് പാലെടുത്ത് വളർത്തണത്. ഓക്കെ. ഇവിടെ ഉണ്ടല്ലോ, നിനക്കുണ്ടല്ലോ പാമ്പ്. എടാ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി. എന്താണ് വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി? നമ്മൾ പഠിച്ചിട്ട് പോയാൽ പോരെ? ഓക്കെ. ഓ അവളെ കണ്ണൊക്കെ നിറഞ്ഞ് ഇയാള് നിർത്തണമില്ല. ഇത് പഠിച്ചതിന്റെ മണ്ടകളെ വീണെന്നൊക്കെ പ്രാർത്ഥിക്കണത്. ഇങ്ങോട്ട് നോക്കിയോ. എടാ SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? അമ്മാതിരി കമ്മിറ്റി ഒന്നും ഇവിടെ വേണ്ട. അവൻ പറഞ്ഞു മുഖ്യമന്ത്രി. ആരാണ്? മുഖ്യമന്ത്രി. SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ് പിള്ളേരെ? മുഖ്യമന്ത്രി. ആരാണ്? മുഖ്യമന്ത്രി. ഓക്കെ. അപ്പൊ ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാ? ജില്ലാ കളക്ടർ. ഇത്രയേ ഉള്ളൂ. തീർന്നു. മനസ്സിലായോ? എന്നിട്ട് ബാക്കി കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടികളെ? ഓക്കെ. അപ്പോൾ സന്തോഷം. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം സംസ്ഥാനതല മോണിറ്ററിംഗ് ആൻഡ് വിജിലൻസ് കമ്മിറ്റിയുടെ തലവനാണ് ആര്? മുഖ്യമന്ത്രി. അത് നിലവിലെ തലവൻ ആരാണ്? പിണറായി വിജയൻ. ഓക്കെ. ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ജില്ലാ കളക്ടർ. ആരാണ്? ജില്ലാ കളക്ടർ. ഓക്കെ. അപ്പം നന്നായി പഠിക്കുക ഇത്. ഓക്കെ. അപ്പോൾ അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST ആക്ട് അത് നമ്മൾ പഠിച്ചു കേട്ടോ. ഓക്കെ. ശരി. അവന്റെ ബാക്കി കുറച്ച് കാലം നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ശരി. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഇനി അവിടെ ഇരുന്ന് എവിടെയുള്ള കല്ലുറക്കി എറിയും. ഓക്കെ. ബൈ. ടാറ്റ.